ഫോട്ടോഷോപ്പ് കളർ ഗ്രേഡിംഗ് ട്യൂട്ടോറിയലിൻ്റെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ ഫോട്ടോസ് ഇടാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേറെ ലൈറ്റ്സ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ ഒരു കളർ ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് സിമ്പിളായിട്ട് നോക്കാം. ലെയർ പാനൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് ഒരു കൈയുടെ പടം കൊടുത്തിരിക്കുന്നുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ ഗ്രീൻ കൂടുതലായിട്ടുള്ളത് അവിടെ ചെന്നിട്ട് ഡാർക്ക് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യണം. ഒരുപാട് ഡാർക്ക് ആവരുത് കേട്ടോ, ശകലം ഡാർക്ക് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ യെല്ലോസ് എന്നായിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഇത് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിടിച്ച് നോക്കുക. ഞാൻ ഇങ്ങോട്ടും പിടിച്ചു നോക്കുന്നു, അങ്ങോട്ടും പിടിച്ചു നോക്കുന്നു. അത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഹ്യൂജ് ഒരു കളർ ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. കണ്ടോ? കാരണം എന്താ, ഇവിടെ ടോട്ടൽ ഒരുപാട് ഗ്രീൻ ഉണ്ട്, മൊത്തം ഗ്രീനാണ് കൂടുതൽ. അപ്പം നമുക്ക് നല്ല രീതിയിലൊരു കളർ ചേഞ്ച് അവിടെ വരും. നോക്കിക്കോളൂ, കണ്ടോ? ആക്ച്വലി എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇതേ കണ്ടോ, ഈ റെഡാണ് എനിക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കിട്ടിയ രസമുള്ളൊരു ഇതായിട്ട് മാറി ആ ഗ്രീൻ. നമുക്ക് ഇപ്പോൾ ഗ്രീൻ തന്നെ ഒന്ന് ഡാർക്കായിട്ട് ഒന്ന് പിടിക്കാം. അതിനായിട്ട് ഈ സൈഡിലോട്ട് ഞാൻ ഒന്ന് ശക്കലം ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഗ്രീൻ വന്നു. നിങ്ങൾ ഓഫ് ചെയ്ത് നോക്കൂ, ഇവിടെ കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ സാച്ചുറേഷൻ കാണും. അതിൽ സാച്ചുറേഷൻ ശകലം ഒന്ന് കട്ട് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, ശകലം ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഇനി ഇത് ഇൻറ്റു ചെയ്യുകയാണ്. ഇനി നമ്മൾ വേറെ ഒരെണ്ണൂടെ എടുക്കുകയാണ്. ഇതുപോലെ ഒരു ഹ്യൂ സാച്ചുറേഷൻ്റെ ഒരു പാനലിലൂടെ ഒന്നുകൂടെ എടുക്കുന്നു. അതിൽ ഈ കൈയുടെ പടത്തിൽ നിൽക്കുന്നു. ഈ ഒരു മണ്ണിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹ്യൂവിൽ വന്നിട്ട് പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. ഒരുപാട് ചെയ്യരുത്, ഒരു ചെറിയ രീതിയിൽ. കാരണം നമ്മൾ നേരത്തെ ഇവിടെ ഗ്രീൻ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഈ മണ്ണും കൂടിയൊക്കെ നല്ലോണം കളർ മാറിപ്പോയി. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇങ്ങനെയാണ് ഇരുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടോ മണ്ണിൻ്റെ കളർ തിരിച്ച് വരണം കേട്ടോ. അപ്പോൾ മണ്ണിൻ്റെ കളർ ഞാൻ ശകലം തിരിച്ചൊന്ന് പിടിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ സാച്ചുറേഷനും കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം ശകലം. ഓക്കെ, യെസ്. ഇനി അവിടെ തന്നെ ആ ഒരു സെക്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കർവ് എന്ന് കാണാം. ഈ കർവിലും ചെയ്യാം, ലെവൽസിലും ചെയ്യാം. ഞാനിപ്പോൾ കർവ് എടുക്കുവാണ്. കർവ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് വലുതാക്കി വയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ഭാഗം ശക്കലം ഒന്ന് ഇടതോട്ട് പിടിച്ചിട്ട് ഈ താഴത്തെ ഷാഡോ ഭാഗം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാണ്. ശക്കലം ഒന്ന് ഞാൻ ടൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, നമ്മളൊന്നുകൂടെ മൊത്തത്തിൽ ഒന്ന് ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ആൾട്ട് ചെക്കി പിടിച്ച് ഈ താഴത്തെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാം ഒന്ന് ഓഫ് ആകും മുകളിലുള്ള കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ തന്നെ ഇങ്ങനെ കളർ ഗ്രേഡ് ചെയ്ത് എടുത്തു. ഇനി നമുക്കിവിടെ ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ക്യാമറ റോ ഫിൽറ്റർ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അത് ചെയ്യാൻ പറ്റും. അതായത് ഒന്നുകൂടി ഇവിടെ ലെയർ പാനൽ വന്നിട്ട് ഈ ഒരു സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ലെവൽസ് എന്നുള്ളതൊന്ന് എടുക്കുക. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ ഒന്നുകൂടെ, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കാണാം. ഇത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കാണാം, അതിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ലെവൽസ് ആണ് എടുത്തത്. എന്നിട്ട് ഈ ലെവൽസ് എടുത്ത ശേഷം ഈ ഒരു സെക്ഷൻ കണ്ടോ, താഴത്തെ ഈ ഒരു സെക്ഷൻ ഈ വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് പതുക്കെ ഒന്ന് ലെഫ്റ്റിലോട്ടൊന്ന് പിടിക്കുക. ശകലം ഒന്ന് ലെഫ്റ്റിലോട്ട് പിടിക്കുക. ഓക്കെ, ഇപ്പോൾ മൊത്തത്തിൽ ഒന്ന് അണഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളത് ഇൻറ്റു ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഒരു മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഇവിടെ ബ്രഷിൻ്റെ ഹാർഡ്നെസ് കുറച്ച് സോഫ്റ്റ് റൗണ്ട് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഫ്ലോ ഒന്ന് ശകലം കുറച്ചിടുകയാണ് ഞാൻ. എന്നിട്ട് നിങ്ങളിവിടെ ലെയർ പാനലിൽ വന്നിട്ട് ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺട്രോൾ ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് മാസ്കായി മാറും. എന്നിട്ട് നിങ്ങൾ ബ്രഷ് ഒന്ന് വലുതാക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ബ്രഷ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇവിടെ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കുക. ഇത് ഈ ഒരു ഐക്കണിൽ ഞെക്കിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ഞെക്കിയാലും മതി കേട്ടോ. വൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് ഒരുപാട് കൂടിപ്പോയി, നമുക്ക് ഈ ഫ്ലോ ഒന്ന് കുറയ്ക്കാം. ഇവിടെ ഫ്ലോ കുറച്ചു. ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ മാത്രമേ ഞാൻ അടിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഞാനിതൊന്ന് സ്പീഡപ്പായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കി നല്ല സമയമെടുത്ത് ചെയ്യുക, അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം ഒരു ഈവൻ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി പണിയെടുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈവൻ ലൈറ്റ് ആക്കി എടുക്കാം. അത് ഇങ്ങനെ ഇരുന്നാണ് നമ്മളതിനെ ഒരു ഈവൻ ലൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇരുന്നാണ് ഈ ഫോട്ടോ ആൾട്ട് ഞെക്കി പിടിച്ചത് ഇവിടെ ഒരു ഐ ബട്ടണിൽ ഞെക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ അതിനെ കളർ ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ആക്കി.
അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇതുവരെ ക്യാമറ റോയോ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് ഇവിടെ നിന്നാണ് എല്ലാം എടുത്തത്. ഈ ന്യൂ ഫില്ലും അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് ഇത് അത്രയും നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് ഗ്രൂപ്പാക്കിയിടാം. ഈ ബാക്കിയുള്ള ഇതെല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ Ctrl+G പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി. എന്നിട്ട് ഇതങ്ങ് ഹൈഡ് ചെയ്യാണ് കേട്ടോ. ഹൈഡ് ചെയ്തിട്ട് അതവിടെ കിടക്കട്ടെ. എന്നിട്ട് താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും കളർ ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു സൈഡ് താഴെയായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ 3D LED ഫയൽ എന്നൊരു ഓപ്ഷൻ കണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ലെറ്റ്സുകൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഫോട്ടോ മാറുന്ന കാണാൻ പറ്റും. ഞങ്ങൾ ഓഫ് ചെയ്ത് ഓൺ ആക്കി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്. അതുപോലെ തന്നെ അടുത്തത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സിമ്പിൾ കളർ ഗ്രേഡിങ്ങിനൊക്കെ ഇത് മതി. കണ്ടോ, ഇതൊക്കെ കുറച്ചൊന്ന് ചെയ്തിട്ട് പണിഞ്ഞെടുക്കാമെങ്കിൽ ഇതൊക്കെ കിട്ടില്ല കളർ ഗ്രേഡിങ് ആവും കേട്ടോ ഈ സാധനമൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എനിക്ക് ആദ്യത്തെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കി കണ്ടോ, കൊള്ളാം കേട്ടോ. ഇതിൽ കുറച്ചൊന്ന് പണിഞ്ഞു നോക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഓപ്ഷൻ ഇട്ടത്. എന്നിട്ട് നമ്മൾ ഇതങ്ങ് ഇൻഡു ചെയ്തിട്ട് ഇനി നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, കർവ് എടുക്കുകയാണ്. കർവ്സ് എടുത്തിട്ട് നമുക്ക് ലൈറ്റ് നല്ല രീതിയിൽ ഈ ഒരു ബാർ പിടിച്ചൊന്ന് ഈ ഒരു പോയിന്റ് പിടിച്ച് താത്താൽ മതി. ലൈറ്റ് ഒന്ന് ഡിമ്മാക്കാൻ കുറച്ച് ഇരുട്ടൊന്ന് കയറ്റി കൊടുക്കാം. ഡാർക്ക് ഒന്ന് കുറച്ചുകൂടി ഡാർക്ക് ആവട്ടെ. ഓക്കെ, യെസ്, ബെറ്റർ. ഇനി നിങ്ങൾ നോക്കിയത് ഓഫ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മളതിനെ ഇങ്ങനെ ആക്കി. കൊള്ളാമല്ലേ? വളരെ സിമ്പിൾ ഗ്രേഡിംഗ് ആണ്. നമ്മൾ ക്യാമറ റോ ഫിൽറ്റർ എടുത്തില്ല, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തത് ഇങ്ങനെ ഒരു കളർ ഗ്രേഡ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് അയച്ചു തരാം. അടുത്ത കളർ ഗ്രേഡിംഗ് വീഡിയോയിൽ നമുക്ക് ആ ഒരു ഫോട്ടോ ഉൾപ്പെടുത്താം. ഇതിൻ്റെ PSD ഫയൽ വേണമെങ്കിൽ PSD ഫയൽ എന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അപ്പോഴും കൊടുക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.